വസന്ത് ഒന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹവും അങ്ങ് ചർച്ച നയിക്കുന്ന കേരളത്തിലെ ഏറ്റവും സീനിയറായ മാധ്യമപ്രവർത്തകരിൽ ഒരാളായ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് അത് അങ്ങ് കണ്ടില്ല എന്നതാണ്. വായിക്കാം. ഒന്നാമത്തെ ലൈനിൽ പറയുന്നത് ഇത് ഏപ്രിൽ 24 തീയതിയാണ് ചേർന്നത്. രണ്ടാമത്തെ ലൈനിൽ പറയുകയാണ് ദിസ് കാൽക്കുലേറ്റഡ് ആക്ട് ഓഫ് ടെററിസം masterminded by Pakistan is a direct assault on the values of our republic. നമ്മുടെ രാജ്യത്തിന് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത, പാകിസ്ഥാൻ കരുതി കൂട്ടി നടപ്പിലാക്കിയ ഒരു ഭീകരവാദ ആക്രമണമാണ് ഇത് എന്ന് പറയുന്നത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ്. ഉത്തരം പറയാനേ, ഞങ്ങളെ സംബന്ധിച്ച് AICC പ്രസിഡന്റിനേക്കാൾ ഏറ്റവും ഫൈനൽ വേർഡ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ്. അതിൽ AICC പ്രസിഡന്റ് ഉണ്ട്, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഉണ്ട്, കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ഉണ്ട്, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവർ തീരുമാനിച്ച് പുറപ്പെടുവിച്ച സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് എല്ലാ മാധ്യമങ്ങൾക്കും ലഭ്യമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ലഭ്യമായില്ല എന്ന് എനിക്കറിയില്ല. ഇനി രണ്ടാമത് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞ എന്താണ്, ഞാൻ ചില വാട്സപ്പ് ഡോക്യുമെന്റുകളുടെ പശ്ചാത്തലത്തിലാണ് ചില BJP നേതാക്കൾ ഇതിൽ പിടിയിലായി, ഏത് ടെററിസ്റ്റ് അറ്റാക്കുകളിൽ പിടിയിലായി എന്ന് പറഞ്ഞു. ഇതാ NDTVയുടെ ന്യൂസ് ഫീഡാണ് കേട്ടോ. NDTV നിങ്ങൾ കേസ് കൊടുക്കണം. NDTVക്കെതിരെ NDTV പറയുകയാണ് ലക്ഷർ ടെറർ ക്യാച്ച് ഇൻ ജമ്മു വാസ് BJP IT സെൽ ചീഫ് എന്നാണ് പറയുന്നത്. ഞാനിത് യുവരാജിന് അയച്ചു തരാം, അത് വെച്ചോണ്ടൊരു കേസ് കൊടുക്കൂ. ചങ്ങാതി വസന്തേ, അല്ലല്ല, ഇനി ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. ഇത് 2022 മറ്റോ ഒരു വാർത്തയാണ്. 2022 മറ്റോ വാർത്തയാണ്. അവിടെ ഏതോ ഒരു മണ്ഡലത്തിലെ മൈനോറിറ്റി മോർച്ചയുടെ IT സെല്ലിന്റെ കൺവീനറായിട്ട് ആരെയോ ആ മണ്ഡലം എടുത്തു വെച്ചു, അയാളെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ആ വാർത്ത നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. 2022 വാർത്തയോ മറ്റോ ആണ് നിങ്ങളിപ്പോൾ പറയുന്നത്. അത് അവിടുത്തെ മൈനോറിറ്റി മോർച്ചയുടെ അവരൊരു മൈനോറിറ്റി മോർച്ച, സ്വാഭാവികമായിട്ടും നമുക്കറിയാം കശ്മീരിൽ മൊത്തം മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ IT സെല്ലിന് അവരൊരു കൺവീനർ എടുത്തങ്ങ് വെച്ചു. അതൊരു മണ്ഡലത്തിലോ മറ്റോ ആണ്. അതിനെയാണ് IT സെൽ ചീഫ് എന്നും പറഞ്ഞ് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. എന്താണ് പറഞ്ഞത്? കാശ്മീരിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. മൈനോറിറ്റി എന്റെ പൊന്ന് ചങ്ങാതി, കശ്മീരിൽ മൈനോറിറ്റി മോർച്ച എന്ന് പറയുമ്പോൾ മൈനോറിറ്റി മോർച്ചയിൽ കേരളത്തിലാവുമ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും ഉണ്ടാവും. കശ്മീരിലെത്തുമ്പോൾ മൈനോറിറ്റി മോർച്ചയിൽ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾ മാത്രമേ, അവിടെ ക്രിസ്ത്യാനികൾ വിരലിൽ എണ്ണാവുന്നവരും ഉണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും മൈനോറിറ്റി മോർച്ചയിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രേ പറഞ്ഞുള്ളൂ, അല്ല വേറൊന്നും പറഞ്ഞില്ല. ശ്രീ യുവരാജ്, അങ്ങ് ഇനി ഇടപെടരുത്. രണ്ട് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒന്ന്, കാശ്മീരിൽ ക്രിസ്ത്യാനികളും ഉണ്ട്. അത് അങ്ങ് കാണാത്തായിരിക്കാം. കേരളത്തിലെ ക്രിസ്ത്യാനികളെ മാത്രം മതിയോ നിങ്ങൾക്ക്? എണ്ണാവുന്നത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് അവിടെ വലിയ രീതി. അവിടെ എത്ര പെർസെന്റേജ് വരും വസന്തേ? അല്ല വസന്ത, അവിടെ എത്ര പെർസെന്റേജ് വരും? അങ്ങ് ഇടപെടണം. എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് ഈ ചർച്ചയിലുള്ള എല്ലാ അല്ലല്ല, അങ്ങനെയല്ലല്ലോ. താങ്കൾ പറയുന്ന ഒരു കാര്യത്തിനകത്ത് ഇപ്പൊ താങ്കൾ ഈ പറയുന്ന കേട്ടാ തോന്നുന്നു ഇന്നലെയോ മിനിങ്ങാന്നോ അവിടുന്ന് BJPയുടെ IT സെല്ലിന്റെ ചീഫിനെ പാകിസ്ഥാന സഹായത്തിന് പിടിച്ചോണ്ടുപോയി എന്നുള്ള രീതിയിലാണ് അങ്ങ് പറഞ്ഞ് പ്രസന്റ് ചെയ്യുന്നത്. അതിനകത്തൊരു ക്ലാരിറ്റി കൊടുക്കുക എന്ന് പറയുന്ന ആവശ്യകതയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. യുവരാജ് പറഞ്ഞ എല്ലാത്തിനോടും എനിക്ക് എതിരഭിപ്രായമുണ്ട്. ഞാൻ അപ്പോൾ കൈ ഉയർത്തി അടിച്ചത് അത് എന്റെ മര്യാദയാണ്. ഈ ചർച്ച നയിക്കുന്ന അനിൽ നമ്പ്യാറിനെ ഞാൻ അല്ലല്ല, എതിരഭിപ്രായത്തിലാണെങ്കിലും ഞാനും മിണ്ടാതിരിക്കും. പക്ഷെ താങ്കൾ പറയുന്ന കാര്യം ഇത്തരത്തിലൊരു സാഹചര്യത്തില് വളരെ സെൻസിറ്റീവായ വിഷയമാണ്. അപ്പൊ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം പറയാൻ പാടില്ല, അത്രേ ഉള്ളൂ. തെറ്റിദ്ധരിപ്പിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ ഇനി രണ്ടാമതൊരു കാര്യം കൂടെ പറയട്ടെ. അവിടെ ക്രിസ്ത്യാനി, നിങ്ങൾ അവിടുത്തെ ക്രിസ്ത്യാനി അത് വിടുന്നേ, നിങ്ങൾ വിഷയത്തിലേക്ക് വരൂ. അല്ല, ഇയാളാണ് ചർച്ച നടത്തുന്നതെങ്കിൽ നിങ്ങൾ നടത്തിക്കോളൂ അനിൽ നമ്പ്യാർ. ഞാൻ ഈ ചർച്ചയ്ക്കില്ല. അല്ല വസന്ത് ഞാൻ സംസാരിക്കുമ്പോൾ യുവരാജ് ഒരു മിനിറ്റ് അദ്ദേഹം പറയട്ടെ. യെസ്, പറഞ്ഞോളൂ. അല്ല, യുവരാജുമായി ഞാൻ എത്രയോ ചർച്ചകളിൽ ഇരുന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് യുവരാജ് ഈ ചർച്ചയിൽ മാത്രം ഇങ്ങനെ പെരുമാറുന്നത്? സംസാരിക്കുന്നതിന്റെ ഇടയിൽ അങ്ങേക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ. പക്ഷെ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ അങ്ങ് വായിൽ കയറി വെടിവെക്കാൻ വരാതെ പോയിന്റ് ചെയ്യാണ്. രണ്ടാമത്, അവിടെ മൈനോറിറ്റി മോർച്ച നിങ്ങൾ ആരെ വേണമെങ്കിലും വെച്ചോളൂ. അതുപോലൊക്കെ തന്നെയാണ് ഈ അസംഘടിത തൊഴിലാളി കോൺഗ്രസിന്റെ ആ നേതാവ് ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോ അത് സെയിം ആണ്, ഈക്വൽ ആണ് എന്നങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഇനി അങ്ങ് പറയുന്ന പോലെ മൈനോറിറ്റി മോർച്ചയുടെ IT സെല്ലിന്റെ നേതാവാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഞാൻ വിശ്വസിക്കുകയാണ്. എത്രയോ കാലമായി നമ്മൾ തമ്മിൽ പരിചയമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ആണെങ്കിൽ പോലും NDTV നിങ്ങൾക്ക് അപബന്ധിപ്പുണ്ടാക്കുന്ന രീതിയിൽ വാർത്ത കൊടുത്തിട്ട് എന്ത് നടപടിയാണ് BJP എടുത്തത് എന്ന് പറയണം. ഇനി രണ്ടാമതൊരു കാര്യം മറുപടി പറഞ്ഞോട്ടെ. ഞാൻ പുതിയ പോയിന്റ് മുമ്പോട്ട് വെക്കുകയല്ല. അതുകൊണ്ട് അങ്ങ് അതിനുശേഷം പറഞ്ഞോളൂ. ഞാൻ പുതിയ പോയിന്റ് മുമ്പോട്ട് വെക്കണമെങ്കിൽ ഇടപെട്ടാൽ കൊള്ളാം. അദ്ദേഹം പറഞ്ഞത് വളരെ സിംപ്ലിഫൈ ചെയ്ത് വളരെ നിസാരവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു 10 വർഷത്തിൽ ഒരു അറ്റാക്ക് അവിടെ ഉണ്ടാകുമെന്ന്. 2023 ഉണ്ടായ അറ്റാക്കുകളുടെ ലിസ്റ്റ് ഞാൻ വായിക്കണോ?
ഞാൻ വായിക്കണോ ശ്രീ യുവരാജ്? രാജൌരിയിൽ സിവിലിയൻസിന് ജാനുവരി 1-ാം തീയതി അറ്റാക്ക് ഉണ്ടായി. ഏപ്രിൽ 20-ാം തീയതി അവിടെ കടന്നുപോയ പൂച്ചിലെ ആർമി വെഹിക്കിളിന് നേരെ അറ്റാക്ക് ഉണ്ടായി. IED ബ്ലാസ്റ്റ് ഇൻ രാജൌരി 5 മെയ്, 21 ഡിസംബർ ആർമി വെഹിക്കിളിന് നേരെ അറ്റാക്ക് ഉണ്ടാവുന്നു. 9 ജൂലൈ, നവംബർ 4, ഏപ്രിൽ 22. ഒരുപാട് കണക്കുകൾ പറയാനുണ്ട്. അതൊന്നും പറയാൻ തൽക്കാലം അതിന്റെ സമയമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അങ്ങ് 6 വർഷത്തിലൊരു 10 വർഷത്തിലൊരു അറ്റാക്ക് ഉണ്ടായാൽ അത് മൊസാദിന്റെ സുരക്ഷാ കവചങ്ങളെ പോലും ഭേദിച്ച് ഹമാസ് കയറിപ്പോയില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം ഡസൻ കണക്കിന് ആക്രമണങ്ങൾ UPA സർക്കാർ ഭരിച്ച സമയത്തുള്ള ആ ഒരു അറ്റാക്ക് ഒക്കെ ഉണ്ടോ? മീൻസ് താങ്കളൊന്ന് പറയും, സൈന്യത്തിന് അവിടെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. കല്ലേർ, സ്റ്റോൺ പെൽറ്റിംഗ് വലിയ രീതിയിൽ, വ്യാപകമായ രീതിയിൽ, അതൊക്കെ ഉണ്ടോ? ഇപ്പോൾ സൈന്യത്തെ ചേർത്ത് പിടിക്കുന്നു കാശ്മീരി ജനത. ആ കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്? മാറിയില്ലേ? കാശ്മീർ മാറിയില്ലേ? 2000 വാജ്പേയി ഭരിച്ചപ്പോൾ അവിടെ ഇതേ അവസ്ഥയായിരുന്നോ? അപ്പൊ നിങ്ങൾക്ക് വാജ്പേയി ഇഷ്ടമില്ല, മോദിക്ക് ശേഷമുള്ള BJP മതി എന്നാണോ? മാറ്റമാണ് നിങ്ങൾ ഏറ്റവും അവസാനം 2014 ശേഷം ഇങ്ങോട്ടുള്ള മാറ്റം. അത് നിങ്ങളൊന്ന് കണ്ണു തുറന്ന് കാണൂ. ഡോസ് കൊടുത്തു, അതുവരെ സൈന്യത്തെ ഒന്നിനും കൊള്ളില്ല. കശ്മീരിലെ ജനങ്ങൾ ഇന്ത്യൻ പതാക ഏന്തി, ഭാരതത്തിന്റെ പതാക ഏന്തി പിന്നെ നിരത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നു. അവർ തീവ്രവാദത്തിന് എതിരാണെന്ന് അവർ പറയുന്നു. അനിൽ നമ്പ്യാർ, അങ്ങനെ ഒരു മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ല തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു. അതെ, അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ആ മാറ്റത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് കൂടെ പറ. പക്ഷേ ആരാണ് ആ മാറ്റം കൊണ്ടുവന്നത്? ഏത് ഭരണാധികാരിയാണ് ആ മാറ്റം കൊണ്ടുവന്നത്? അതാണ് പറഞ്ഞത്. 2014 വരെ ഈ സൈന്യത്തെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലായിരുന്നു. അതിനുശേഷം നിങ്ങൾ വന്ന് ബൂസ്റ്റർ ഡോസ് കൊടുത്തതിന് ശേഷമാണ് അവർ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ അത് സൈന്യത്തെ അപമാനിക്കലാണ്. ആ പണി ചെയ്യാതിരിക്കുന്നത് സൈന്യത്തെ പ്രവർത്തിക്കാൻ സമ്മതിക്കണ്ടേ? ഇപ്പൊ ഇത് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം യോഗം വിളിച്ച് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഇടപെട്ടോളൂ, നിങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ വിശ്വാസം അർപ്പിച്ച ഒരു ഭരണാധികാരി നിങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നോ? അത്രേ ഉള്ളൂ. അവിടെ നിന്ന് വേണം നിങ്ങൾ മാറ്റത്തെ വിലയിരുത്താൻ. PR എക്സസൈസ് നടത്തുന്നില്ലാത്തതുകൊണ്ട്, അന്നത്തെ കാലത്ത് ഇത്രമാത്രം PR എക്സസൈസ് ഇല്ലാത്തതുകൊണ്ട് ആ തിരിച്ചടികൾ ഞങ്ങൾ ഏതായാലും രാഷ്ട്രീയപരമായി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ കൈക്ക് കൂച്ചുവെള്ളം കിടാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ ഉപയോഗിക്കുന്നു, അതിൽ ഞങ്ങൾ നിങ്ങളെ കുറ്റം പറയുന്നില്ല, നിങ്ങൾ ഉപയോഗിച്ചോളൂ. പക്ഷേ രക്ഷാവീഴ്ചകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഞങ്ങൾ നിലവിൽ വളരെ കൃത്യമായി ഞാൻ പറയുന്നു, ഐ ഹാവ് എ ബൗണ്ടറി. ആ ബൗണ്ടറി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ളവർ നൽകിയിരിക്കുന്നതാണ്. നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് രാജ്യത്തിനൊപ്പമാണ്, രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിനൊപ്പമാണ്. പാകിസ്ഥാന് കൃത്യമായ മറുപടി കൊടുത്തേ മതിയാവും. ആ തിരിച്ചടി അധികം വൈകാതെ ഉണ്ടാവുകയും വേണം എന്ന നിലപാട് ഞങ്ങൾക്ക്.